സോ basics.js ഉണ്ടാക്കി ഞാൻ എന്റെ ടെർമിനൽ തുറന്നിട്ടു, അതവിടെ കിടക്കട്ടെ ഒരു മൂലക്ക്. നമ്മളപ്പോൾ അന്നത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് നമ്പർ എന്ന് പറയുന്നത് എല്ലാം ഓൺ ആണല്ലോ അല്ലേ, എനിക്ക് വീണ്ടും ചെയ്യാൻ വയ്യ. ഓക്കെ, അന്ന് ഇത് ഒന്ന് ക്ലോസ് ചെയ്യില്ല. നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയ എവിടെയെന്ന് വെച്ചാൽ, എനിക്ക് നമ്പർ ലൈക്ക് ഒരു വേരിയബിൾ, അതിപ്പോ എന്താണെങ്കിലും നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡേറ്റ ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അതെനിക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ എന്ന് വെച്ചാൽ ലൈക്ക് അത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാക്കിയോളും. ബാക്കിയുള്ള സി പോലത്തെ പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്റ് ബൂളിയനിലേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ട് മെൻഷൻ ചെയ്യണമായിരുന്നു. അൺഎബിൾ ടു വാച്ച് ഫോർ ഫയൽ തിങ്സ് ഇപ്പൊ വാച്ചണ്ട. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യം ജാവാസ്ക്രിപ്റ്റിലില്ല. ഡേറ്റ ടൈപ്സ് ഉണ്ട് ബാക്ക് എൻഡിൽ, അത് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എന്നാലും പുറത്തത് കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോ ഇവിടെ ലെറ്റ് a ഈക്വൽ ടു 10 എന്ന് ഓർത്ത്, അല്ലെങ്കിൽ ലെറ്റ് നമ്പർ എന്ന് കുറച്ചുകൂടെ വൃത്തിയുള്ള മനസ്സിലാവുന്ന ഒരു പേരിട്ടു. ഓക്കെ, ഇത് കൂടാതെ ഞാനെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്പർ വേറൊരു രീതിയിലും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഡിഫോൾട്ട് സിന്റാക്സ് ആണ്. ഇത് കൂടാതെ എനിക്ക് നമ്പറിന്റെ ഒരു ക്ലാസ് വെച്ച് എനിക്ക് സാധനം തുടങ്ങാൻ പറ്റും. ലെറ്റ് അനദർ നമ്പർ എന്ന് പറയുന്നത് ന്യൂ നമ്പർ ഓഫ് 10 എന്ന് പറഞ്ഞ് എനിക്ക് തുടങ്ങാം. ഇതും ഒരു നമ്പർ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. ഇതൊന്ന് കാണിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എ നമ്പർ ഇട്ടു, ഞാൻ ലോഗ് കൊടുത്തു, അനദർ നമ്പർ ഇട്ട്. ഓക്കെ, നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. 13 നോഡ് ബേസിക്സ്. എന്താ അത് സേവ് ആയില്ല? ഓക്കെ, മറ്റേ സേവ് ടൈപ്പിംഗ് ഒന്ന് ഓൺ ആക്കിയിട്ട്, ഞാൻ റിയാക്ട് എഴുതുമ്പോഴത്തേക്ക് സേവ് ടൈപ്പിംഗ് ഭയങ്കര ശല്യമാണ്. എന്റെ പ്രിട്ടിയറിന്റെ കൂടെ മൊട്ട അടിയാ. അങ്ങനെ ഞാൻ അത് അപ്പുറത്ത് പോകുമ്പോൾ ഡിസേബിൾ ചെയ്തിടും, ഇപ്പുറത്ത് വരുമ്പോൾ ഓൺ ആക്കിയിടും. യാ, സോ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഒന്ന് ഞാൻ വെറുതെ കൊടുത്തപ്പോഴത്തേക്ക് 10 എന്ന് മാത്രം വന്നു. മറ്റേത് ഞാൻ നമ്പറിന്റെ ഒബ്ജക്റ്റ് വെച്ച്, ഐ മീൻ ലൈക്ക് നമ്പറിന്റെ ക്ലാസ് വെച്ച് അത് വെച്ച് ഇൻസ്റ്റൻസ് ഉണ്ടാക്കി എടുത്തപ്പോഴത്തേക്ക് ഒരു അറേക്കകത്ത് നമ്പർ വന്നു. ഞാൻ ഇവിടെ കാണിക്കാൻ പോയത് ഇതിന്റെ ടൈപ്പ് ഓഫ് ഇട്ടാലും ബാക്ക്ഗ്രൗണ്ടിൽ നമ്പർ തന്നെയാണ്. കണ്ടോ, അതും നമ്പർ തന്നെയാണ്. ഇത് ഇവിടെ ഞാൻ ഇടാൻ കാര്യം, ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ബ്രൗസറിനകത്ത് വന്നിട്ട് ഇവിടെ ഞാൻ F12 അടിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം തുറന്നു തരും. F12 അടിക്കുന്നതിന് വരെ നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്റ്റും ചെയ്യാം. എന്നിട്ട് കൺസോളിനകത്ത് വന്ന ശേഷം ഇതൊന്ന് ക്ലിയർ ആക്കുക, എന്നിട്ട് ഇൻഫോയ്ക്കകത്ത് വരിക. ഓക്കെ, നോ ഇൻഫോ മാത്രം കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഞാൻ ഈ സാധനം കൊടുത്ത്, എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു, എന്നിട്ട് ഞാൻ അനദർ നമ്പർ എടുത്തു. ഓക്കെ, അനദർ മാത്രമേ നമ്പർ വന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്കപ്പോ ഈ ഫങ്ഷൻസ് എന്താന്ന് നോക്കാം. എന്ത് പറ്റിയ അശോക്, മനസ്സിലായില്ലേ? എവിടെയാണ് പോയത് പറയൂ, എവിടെയാണ് പോയത്? കമോൺ ടെൽ മീ, സെറ്റ് ചെയ്യാം. എന്നുവെച്ചാ ഞാൻ ഒന്നുകൂടെ ഓടിച്ചു പറഞ്ഞുതരാം. എന്നുവെച്ചാൽ നമുക്ക് നമ്പർ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. അല്ലാതെ എനിക്കത് നമ്പറായിട്ട് നമ്പറിന്റെ ഒബ്ജക്റ്റ്, ഐ മീൻ ലൈക്ക് ഇതൊരു ക്ലാസ് എന്ന് പറയും, ഇതൊരു ക്ലാസ് എന്ന് പറയും. ഈ ഒരു കീവേഡ് ഒരു ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും, ഒരു മെയിനിലേക്ക് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ന്യൂ കീവേഡ് ആണ് ഉപയോഗിക്കുക. നമ്മൾ ഇൻഡെപ്തായിട്ട് കവർ ചെയ്യും അടുത്തൊരു ക്ലാസ്സിൽ. ആ ഒരു കീവേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയത്. ഇത് ജസ്റ്റ് ബോധർ ചെയ്യേ വേണ്ട. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടപ്പോ ഇതിവിടെ ഇടാൻ കാരണം രണ്ട് രീതിയിൽ നമ്പർ ഉണ്ടാക്കാന്നുള്ളത് കാണിക്കാനും, പിന്നെ ഇവിടെ വന്ന് എനിക്ക് ഈ ഒരു സാധനം കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് രണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. നിങ്ങളുടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് അടിച്ച് കൺസോളിൽ വന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നോ കൊടുത്താൽ നിങ്ങൾക്കും ഈ ഒരു സാധനം ഇവിടെ കൊടുത്തു വെക്കുകയാണെങ്കിൽ മനസ്സിലാവും എന്താ പറ്റിയപ്പോ. ഇതിനകത്താ ഞാൻ പ്ലസ് കൊടുക്കാൻ യാ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതിനകത്ത് ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഫങ്ഷൻ എന്താന്നുള്ളത് നോക്കിയിട്ട് വരാം. സോ ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. അപ്പോ അല്ല, നമുക്ക് ഇത് കവർ അതെ ഫങ്ഷൻ എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് എന്താണ് അതെന്നുള്ളതിലോട്ട് കയറാം. സോ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ടെന്ന് കരുതിക്കോ. എനിക്ക് രണ്ട് നമ്പർ ഉണ്ട്. ലെറ്റ് a ഈക്വൽ ടു 10 അല്ലെങ്കിൽ a ഈക്വൽ ടു 10, ലെറ്റ് b ഈക്വൽ ടു 10. 10 മാറ്റി ഞാനത് 13 ആക്കുന്നു. ഓക്കെ, എനിക്ക് ഇതിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ലെറ്റ് സം ഈക്വൽ ടു a പ്ലസ് b എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയൊക്കെയാണ്. എനിക്ക് ഇത് കഴിഞ്ഞ് വീണ്ടും വേറെ രണ്ട് വേരിയബിളിന്റെ സം കണ്ടുപിടിക്കണം. മീൻ ഇതെന്ന് വെച്ചാൽ എനിക്ക് പ്രിന്റ് ചെയ്യണം, സം പ്രിന്റ് ചെയ്ത്. എനിക്കിനി ഇത് കഴിഞ്ഞ് ഇതുപോലെ രണ്ട് വേരിയബിൾ വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേറെയും a1 എന്നിട്ട് അതിനൊരു വാല്യൂ ഇട്ടു, b2 ഇട്ടു, b1 ഇട്ടു, അതിനൊരു വാല്യൂ ഇട്ടു. ഇതിന്റെ രണ്ടിന്റെയും സം കാൽക്കുലേറ്റ് ചെയ്തു. സം 1 ഈസ് ഈക്വൽ ടു a1 പ്ലസ് b1. ലോഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തു. ഇതുപോലെ എനിക്കൊരു 10 സാധനം ചെയ്യാനുണ്ടെന്ന് കരുതിക്കോ. ഇതുപോലെ 10-15 എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ.
അപ്പൊ ഞാൻ ഇതുപോലെ 2, 4, 6 അങ്ങനെ ഇടുന്നത് ഇപ്പൊ ഇടാൻ പറ്റത്തില്ല, കാരണം റീഡിക്ലെയർ ചെയ്തെന്ന് പറയും. ലൈക്ക് അങ്ങനെ 10 സാധനം കൊടുക്കുന്നത് നല്ലതിന് വേണ്ടിയാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഐ മീൻ ഫംഗ്ഷന്റെ ഗുണം എന്താന്ന് വെച്ചാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന സാധനങ്ങളെ നമുക്കൊരു കോഡ് ബ്ലോക്കിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും. നമ്മൾ അച്ചാർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും അച്ചാർ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അച്ചാർ അന്ന് രാവിലെ അച്ചാറിട്ട് കഴിക്കാറില്ല, നമ്മളൊരു ഉണ്ടാക്കിയ ഒരു ഡെപ്പിയിൽ ഇട്ട് വെക്കും, ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കാറാണ് പതിവ്. അതുപോലെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നമ്മൾ ഡെപ്പയ്ക്ക് വരാൻ ഫംഗ്ഷനകത്ത് ഇട്ട് വെക്കും, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അതിന്റെ പേര് വിളിച്ച് അതിനെ എടുക്കും. സോ നമുക്കിവിടെ ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഫംഗ്ഷൻ കീവേഡ് ഇടും, പിന്നെ അതിന്റെ ഒരു പേര് കൊടുക്കും, എ കോമ ബി. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതിനകത്ത് തൽക്കാലത്തേക്ക് ഞാൻ ലോഗ് ചെയ്യുന്നേ ഉള്ളേ. ലോഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ console.log ആണ്. ലോഗ് a+b. ഓക്കെ, ഇതിനകത്ത് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഇവിടെ വേണം, എനിക്ക് സമ്മും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ അത് ആ 2 സെന്റൻസ് അതുപോലെ എടുക്കാം. സോ ലെറ്റ് സം 1 ഈസ് ഈക്വൽ ടു a1, എവിടെ എ ബി ആണോ? സോ ഞാൻ ഇവിടെ സം മതി. ഓക്കെ, ഞാൻ സമ്മിന്റെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഐ മീൻ ലൈക്ക് ഞാൻ ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ഇടും. ആ ഫംഗ്ഷനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കണം. എനിക്ക് ആ സാധനത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരിടും. ആ ഫംഗ്ഷനകത്ത് എന്തൊക്കെ കിട്ടും, ആ ഫംഗ്ഷന് നമ്മൾ എന്തൊക്കെ കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഐ മീൻ ആ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. ഐ മീൻ റെക്കറിംഗ് ആയിട്ട് എനിക്ക് ഇവിടെ 2 നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ റെക്കറിംഗ് ആയിട്ട് എനിക്ക് 2 നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 2 നമ്പർ ഞാൻ ഇവിടെ ഒരു റൗണ്ട് ബ്രാക്കറ്റിനകത്ത് ഇട്ടു. എന്നിട്ട് ആ റെക്കറിംഗ് ആയിട്ട് വരുന്ന കോഡ് എന്ന് വെച്ചാൽ റെക്കറിംഗ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കോഡിനെ ഞാൻ പിടിച്ചൊരു കേർലി ബ്രാക്കറ്റിനകത്ത് ഇട്ട്. ഇതാണ് ഇതിന്റെ ബേസിക് സിന്റാക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കിതിന് ജസ്റ്റ് ഇങ്ങനെ അതിന്റെ പേര് വിളിക്കുക, നമ്പർ ഏതൊക്കെയാണെന്നുള്ള പാസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ 10ഉം 13. ഇനി അടുത്ത് എനിക്ക് വേറെ 2 നമ്പറിന്റെ സം കണ്ടുപിടിക്കണതിൽ 10ഉം 14. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം എന്താ വരുന്നതെന്ന് അറിയാമല്ലോ. കണ്ട, ഇത് ഞാൻ നേരത്തെ എഴുതിയ 2 ലോഗാണ്. അവർക്ക് അവന്റെ അവിടെ കിടക്കട്ടെ. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. കണ്ട, 10 പ്ലസ് 10ഉം 13ഉം കൊടുത്തു. 10 പ്ലസ് 13 23, 10 പ്ലസ് 14 24. സോ അത് ലൈക്ക് അവിടെ പ്രിന്റ് ചെയ്തു. അതാണ് ഒരു ഫംഗ്ഷന്റെ ബേസിക് വർക്കിംഗ്. ഇത് ക്ലിയർ ആണെന്ന് വെച്ചാൽ യെസ്, ഇതിന്റെ ഉത്തരം ആർക്ക് പറയാൻ പറ്റും? ഫംഗ്ഷന്റെ ടൈപ്പ് എന്ത്? ഫംഗ്ഷന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അത് പറയാൻ വേണ്ടി ആ സാധനം ചെയ്യില്ല. സോ ഈ ഫംഗ്ഷൻ പറഞ്ഞ സാധനം ക്ലിയർ ആയോ? ഐ മീൻ ഒരു റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കോഡ് ഇട്ട് വെക്കുന്ന ഒരു സാധനം. ഇതായിരുന്നു പണ്ടത്തെ ഫംഗ്ഷൻ. ഇപ്പൊ ES6 എന്ന് പറഞ്ഞ പുതിയതല്ല, കുറച്ച് പഴയതായി, എന്നാലും ഒരു 3-4 വർഷം പഴക്കമുണ്ട്. ഐ മീൻ ലൈക്ക് പുതിയൊരു ഡെഫിനിഷനകത്ത് ആരോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് കവർ ചെയ്യുന്നതായിരിക്കും. തലക്ക് വരാം. ഏതായിരുന്നു അത്? ഞാൻ കളഞ്ഞ ലെറ്റ് അനദർ നമ്പറിനകത്തുള്ള ഈ കുറച്ച് ഫംഗ്ഷൻസ്. ഇതൊന്നും എല്ലാവരും യൂസ് ചെയ്യത്തില്ല. നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം. ഇതിനകത്ത് ToFixer എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ToFixer. ഓക്കെ, സോ ഞാൻ ഇവിടെ ലെറ്റ് എ ഈക്വൽ ടു അല്ലെങ്കിൽ ലൈക്ക് നമ്പർ, വീണ്ടും നമ്മുടെ മേളത്തെ അല്ലെങ്കിൽ ലെറ്റ് ന്യൂ നമ്പർ ഈക്വൽ ടു 10 ഒരു നമ്പർ കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ToFixer ഉപയോഗിച്ച് നോക്കാം. ഈ കോപ്പൈലറ്റ് എന്റെ പണി കളയും, മിണ്ടരുത്. ഓക്കെ, സോ ലൈക്ക് നമ്മൾ ലോഗ് ചെയ്തു, ന്യൂ നമ്പർ ഇട്ടു, എന്നിട്ട് ഡോട്ട് ഇട്ടു, ToFixer ഇട്ടു, എന്നിട്ട് അതിനകത്ത് 2 കൊടുത്തു. നമുക്ക് ഇതിന്റെ ഔട്ട് എന്തോരോ നോക്കാം. യെസ്, ഞാൻ ഇത്രയും വലിയൊരു ഡെസിമൽ പോയിന്റ് കൊടുത്തതിന് അതിന് ഡോട്ട് ഇട്ട് ഞാൻ ToFixer കൊടുത്തപ്പോഴത്തേക്ക് ആ ഡെസിമൽ പോയിന്റിന്റെ എണ്ണം 2 ആയിട്ട് ചുരുങ്ങി. ഈ ToFixer എന്ന് പറയുന്നത്, ഈ ന്യൂ നമ്പർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ്സാണ്. ഇതൊരു ക്ലാസ് ഒബ്ജക്റ്റിന്റെ കോൺസെപ്റ്റാ. അത് എൻ്റയർലി ഡിഫറെന്റ് സാധനമാണ്. നോക്കാം. ഐ മീൻ ഈ ന്യൂ നമ്പർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഈ ഒരു ലോജിക്ക് വെച്ചെടുത്തോ. ഞാൻ ഈ നമ്പർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡിഫൈൻ ചെയ്താലും എങ്ങനെ ഡിഫൈൻ ചെയ്താലും നമ്പേഴ്സ് ആണെങ്കിൽ അതൊരു നമ്പർ ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ബൈ ഡിഫോൾട്ട് എനിക്ക് ഇത്രയും ഫംഗ്ഷൻസിലോട്ട് ആക്സസ് കിട്ടും. ഫംഗ്ഷൻസ് എന്താണ്? എന്തോ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്, അതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നമ്പറാണ് ജാവാസ്ക്രിപ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ആ നമ്പറിനകത്തുള്ള ഈ സമ്മെന്ന് പോലെ തന്നെ ToFixer എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അതിനകത്തുണ്ട്.
അതിന് നമ്മളിവിടെ 10ഉം 13ഉം കൊടുത്ത പോലെ എത്ര ഡെസിമൽ പോയിന്റ് വേണമെന്നുള്ളത് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ അത് അതിനകത്ത് പോയി എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു സാധനം തിരിച്ചു തരും. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയോ? ടു ഫിക്സഡ് എന്താണെന്ന് ക്ലിയർ ആയോ? ഇത് എളുപ്പമാണ്. ഇതാ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? എടാ മനസ്സിലായോ? ഓക്കെ. അടുത്തത് ടു ലൊക്കേൽ സ്ട്രിങ്. ലൊക്കേൽ സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഇതേപോലൊരു ഒരു പുള്ളി തന്നെയാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഞാനിപ്പോ ഒരു മുട്ടൻ നമ്പർ എഴുതാന്ന് വെച്ചിക്കോ, ബിഗ് നമ്പർ. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് കരുതിക്കോ, കുറെ സീറോ ഇട്ട്. നമുക്കിനി ഇതിനെ വെറുതെ ഒന്ന് ലോഗ് ചെയ്ത് നോക്കാം. ബിഗ് നമ്പറിന്റെ ലോഗിൽ എന്തായിരുന്നു നോക്കാം. ഒന്നും വന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ടു ലൊക്കേൽ സ്ട്രിങ് എന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇട്ട് അതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ ഡബിൾ റൗണ്ട് ബ്രാക്കറ്റ് ഇട്ട് ഞാൻ വിളിക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. നോക്കോ, ഞാനിപ്പോ ഇതിന്റെ ലൊക്കേൽ സ്ട്രിങ്ങിന് മുമ്പ് ആക്കുന്നതിന് മുന്നേ അതിന്റെ ടൈപ്പ് ഒന്ന് നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിന്റെ ടൈപ്പ് ഓഫ് നോക്കാം. ഓക്കെ, പ്രശ്നമില്ലല്ലോ, ഇതിൽ പ്രശ്നമില്ലല്ലോ. ഒന്ന് നമ്പരും ഒന്ന് സ്ട്രിങ്ങും ആണ്. കോമ ഇടണമെങ്കിൽ അത് നമ്പറിനകത്ത് ഒരിക്കലും കോമ ഇടാൻ പറ്റത്തില്ല. കാരണം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡെസിമൽ ആണ്. ഡെസിമലിനകത്ത് 0 to 9 ഡിജിറ്റ്സേ ഉള്ളൂ. അപ്പം എന്തായാലും കോമ ഇടണമെങ്കിൽ അതിനെ പിടിച്ച് സ്ട്രിങ് ആക്കണം. അതിനെ സ്ട്രിങ് ആക്കി. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെയാണോ കോമ ഇടുന്നത്? നമ്മള് യൂഷ്വലി 10 ലക്ഷം എന്നൊക്കെ എഴുതുന്നത് ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ 10 ലക്ഷം എന്നൊക്കെ എഴുതുന്നത് അല്ലെ? കൈൻഡ് ഓഫ് ലൈക്ക് ഈ ഒരു രീതിയിലല്ലേ? പക്ഷെ ഇവിടെ കണ്ടോ, ഇതെന്ന് പറയുന്നത് US എന്തോ സാധനമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ എന്തോ ഒരു സിന്റാക്സ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിന്റെ പേരെന്തരായിരുന്നു? ഇതിനകത്തുണ്ടോ? അതാ കണ്ട EN-US. ബൈ ഡിഫോൾട്ട് എനിക്ക് തോന്നുന്നു EN-US ആണ് കിടക്കുന്നത്. ഈ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് ഞാൻ EN-IN കൊടുക്കാം. ഇനി നമുക്ക് ഔട്ട് കൊടുക്കാം. ഇപ്പോഴും സ്ട്രിങ് തന്നെ ആയിരിക്കും. നമുക്ക് ഈ ടൈപ്പ് ഓഫ് എടുത്ത് കളഞ്ഞാൽ ഇപ്പൊ കണ്ടോ ആ കോമ ഇടുന്ന രീതി മാറിയത്. സോ അതാണ് ലൊക്കേൽ സ്ട്രിങ് എന്ന് പറയുന്നത്. വെച്ചാൽ ലോക്കലൈസ്ഡ് ആയിട്ട് അത് ഉപയോഗിക്കുന്ന, ഐ മീൻ ലൈക്ക് ജിയോഗ്രഫിക്കലി ഓരോരുത്ത നമ്പർ ഉപയോഗിക്കുന്ന വേറെ രീതിയിലാണ്. സോ ലൈക്ക് ആ ഒരു സാധനത്തിന് ലോക്കലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കണ്ട പാരാമീറ്റർ ആയിട്ട് ലൊക്കേൽ എടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. പാരാമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത് അതിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ഇതിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തത് ഏത് രാജ്യത്തേക്കുള്ളതാണെന്നുള്ളത് പറയുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ ആ രണ്ട് സാധനം കവർ ചെയ്ത്. ഓക്കെ, അടുത്തത് ടു പ്രിസിഷൻ. നമുക്ക് അതെന്താ നോക്കാം. അതൊന്ന് ചെയ്ത് നോക്കാം. വീണ്ടും അനദർ ബിഗ് നമ്പർ ഇടുകയാണ്. ഓക്കെ, എന്തോ നമ്പർ ഇട്ട് കുറച്ച് ഡെസിമൽ ഇരിക്കട്ടെ. ഇതിനകത്ത് ലോഗ് ഇട്ടു. അനദർ ബിഗ് നമ്പർ ഡോട്ട് ടു പ്രിസിഷൻ കൊടുത്തു. അതിനകത്ത് നമുക്ക് ബ്രാക്കറ്റിൽ 3 ഇട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പോ നോക്കിയാൽ എന്താണ് മനസ്സിലാവുന്നത്? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ടു പ്രിസിഷൻ ഇട്ടുള്ള സാധനം എന്താന്ന് വെച്ചാൽ അതിന്റെ ഔട്ട്പുട്ടിനകത്ത് ബൈ ഡിഫോൾട്ട് മൊത്തത്തില് ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. നമുക്കൊരു എത്ര കൊടുക്കാം? ഒരു ഇങ്ങനെ ഒരു ചെറിയ നമ്പർ കൊടുത്താക്കാം. ഓക്കെ, സോ ഒരു 39 ഇട്ട് നോക്കാം. ഇനി നമുക്ക് യെസ്, സോ ബൈ ഇപ്പൊ നോക്കിയാണ്ടോ, ഐ മീൻ ലൈക്ക് ബൈ ടു പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെസിമൽ, നേരത്തെ നമ്മൾ ടു ഫിക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെസിമൽ പോയിന്റിന്റെ ഇപ്പുറത്തുള്ള സാധനത്തിനെയാണ് മാറ്റിയത്. ഇവിടെ ഇത്ര ഉണ്ടായിരുന്നതിനെ 5 8 ആക്കി. ഇവിടെ ടു പ്രിസിഷൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന്, ഞാൻ ഫോണ്ട് കുറച്ചുകൂടെ വലുതാക്കാം, ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നോക്കിയിട്ട് ആദ്യത്തെ 3 ഡിജിറ്റ് എടുക്കും. അതാണ് ടു പ്രിസിഷൻ ചെയ്യുന്നത്. ഇവിടെ അപ്പൊ 4 കൊടുത്ത് എന്താ പറ്റുക നമുക്ക് നോക്കി നോക്കാം. 3 ഉള്ളൂ, പക്ഷെ അത് കുറച്ചുകൂടെ 3 ഇതിലിപ്പോ 4 കൊടുത്തിട്ട് കാര്യമില്ല. ഞാനപ്പോ ഇവിടെ 5 9 ആണ് കൊടുക്കുന്നതെങ്കിലോ
അതപ്പോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൈക്ക് ഇങ്ങനത്തെ ഒരു സിന്റാക്സ് ഉണ്ട്. 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പോണൻഷ്യൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ കൃത്യം 4 വന്നത്. ഈ ബാക്കിയുള്ള ഇതിനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഈ 5-9 റൗണ്ട് ചെയ്തത് 4 ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 0.3 എക്സ്പോണൻഷ്യലിലാക്കി. സോ അതാണ് ബൈ 2 പ്രിസിഷൻ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കും എത്രയാണോ ഡീറ്റെയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ ഒരു സാധനത്തിനെ എടുത്തങ്ങ് ഡിസ്പ്ലേ ചെയ്യും. ബാക്കിയുള്ളത് അതിന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് ഐദർ ലൈക്ക് ഒരെണ്ണമൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കും, ഒന്നിൽ കൂടുതലൊക്കെ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ രീതിയിൽ റെപ്രസെന്റ്. എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് 10 സംതിങ് ലൈക്ക് ആ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അതാണ് E+4 എന്ന് പറയുന്നത്. സോ അതാണ് 2 പ്രിസിഷന്റെ കാര്യം. ക്ലിയർ? നമുക്ക് 2 സ്ട്രിങ് ഉണ്ട്. 2 സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇത് രണ്ടും ഏകദേശം ഒരേ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നത്. ലൈക്ക് ആ ഒരു സാധനത്തിന്റെ സ്ട്രിങ് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ നേരത്തെ ലൊക്കാലി ചെയ്ത പോലെ ഇത് ലോക്കലിസ്റ്റ് ഒന്നും ആക്കത്തില്ല, കോമ ഒന്നും ഇട്ട് തരത്തില്ല. 2 സ്ട്രിങ് ഇട്ടാൽ അത് ജസ്റ്റ് 2 സ്ട്രിങ് തന്നെ ആക്കി തരും. ഇതിനകത്ത് ഇപ്പൊ നമുക്കത് ഇവിടെ തന്നെ കൊടുക്കാം. ബിഗ് നമ്പർ ഡോട്ട് 2 സ്ട്രിങ് ഇട്ടാൽ അത് ജസ്റ്റ് അതിനെ പിടിച്ച് സ്ട്രിങ് ആക്കും. അതിന്റെ ഇടയിൽ കോമ ഒന്നും വരത്തില്ല. എവിടെ നമ്പർ ടൈപ്പ് ഓഫ് ലൊക്കാലിറ്റി കണ്ട ഇതിന്റെ ഇടയിൽ കോമയൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, കാരണം കളർ വന്നിട്ടില്ല. സോ അതില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ ഇവിടെ ഒന്ന് ടൈപ്പ് ഓഫ് ഇട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ്ട ആ സാധനം കഴിഞ്ഞ് വന്ന് സ്ട്രിങ് തന്നെയാണ്. സോ ഇതാണ് നമ്പേഴ്സിന്റെ കാര്യം. നമുക്കിനി ഒരു ഫയൽ